പാരമ്പര്യം നിലനിർത്താൻ ഒരാൺകുഞ്ഞി എന്നായിരുന്നു പത്മാവതിയുടെ അപ്പോഴത്തെ ആവശ്യം. ഇനി ഒരിക്കൽ കൂടി എന്തിൻ്റെ പേരിലാണെങ്കിലും മിത്രയെയും മരുമകളായി തയ്യാറായിരുന്നില്ല. തലയിൽ എന്തോ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അഗ്നി തൻ്റെ കണ്ണുകൾ രണ്ടും വലിച്ചു തുറന്നത്. തലയിൽ 2 കൈയും കൊടുത്ത് പതിയെ അവൻ ബെഡിലിരുന്നു. സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ചധികമായി ഇന്നലെ കഴിച്ചിരുന്നു. അതായിരുന്നല്ലോ സാഹചര്യം. ഇന്നലത്തെ ഓർമ്മകളിലേക്ക് അവൻ്റെ മനസ്സ് സഞ്ചരിച്ചു. ഒരു വേള അത്രയും സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും അവന് തോന്നിയിരുന്നു. അഗ്നിക്കുള്ള കോഫിയുമായി വന്ന ജാനകി കാണുന്നത് ബെഡിൽ കയ്യൂന്നി ഇരിക്കുന്ന അഗ്നിയെയാണ്. ഇത് കുടിച്ചോ, ഇന്നലത്തെ കെട്ട് നല്ലോണം ഇറങ്ങട്ടെ എന്നും പുഞ്ചിരിയോടെ തന്നെ വിളിക്കുന്ന വല്യമ്മയുടെ മുഖത്തെ പതിവിലും കവിഞ്ഞ ഗൗരവം അവനെ അലവസരപ്പെടുത്തി. അവനും ആഗ്രഹിച്ചിരുന്നു ഈ സമയത്തൊരു കപ്പ് കോഫി. കാരണം അത്രയ്ക്ക് പൊട്ടിപ്പൊളിയുന്ന തലവേദനയായിരുന്നു. കാപ്പി വാങ്ങി ഒരു സിപ്പ് കുടിച്ചതും അവനന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇന്നലെ നീ എവിടെയായിരുന്നു? നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു? ഇന്നലെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, തിരക്കിലായിരുന്നു, അതാ കിട്ടാതിരുന്നത്. ബാറിൽ പോയി മൂക്കറ്റം കുടിച്ച് ബോധമില്ലാണ്ട് പാതിരാത്രി വന്ന് കയറി, അതാണോ നിന്റെ ഓഫീസിലെ ജോലി? ജാനകി പറയുന്നത് കേട്ടെങ്കിലും അഗ്നി അത് കാര്യമാക്കാതെ വീണ്ടും കോഫി കുടിക്കാൻ തുടങ്ങി. നല്ല മകൻ, ഇങ്ങനൊരു മകനെ കിട്ടാനേ ആ അച്ഛൻ പുണ്യം ചെയ്യണം. അഗ്നിയെ താഴ്ത്തി വർമ്മയെ ന്യായീകരിച്ച് പറഞ്ഞതും അവനിൽ സ്വാഭാവികമായി ദേഷ്യമുണർന്നു. ഞാൻ ചെയ്ത പുണ്യം കൊണ്ടാണ് അയാളുടെ മകനായിട്ട് ജനിച്ചത്, അഗ്നി സ്വയം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ അച്ഛനെ തള്ളിപ്പറഞ്ഞു കേട്ടു നിൽക്കാനേ ജാനകിക്ക് കഴിഞ്ഞില്ല. മതി നിന്റെ സംസാരം, ഒരുപാടായി. ലക്ഷ്മി മരിച്ചുപോയ സങ്കടത്തിൽ നിന്റെ അച്ഛൻ മാനസികമായിട്ട് തകർന്നിരുന്നു. അത് നിന്റെ അമ്മയെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ്. നീയോ നിന്റെ അമ്മയോ എപ്പോഴെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്ന ചൂഷണങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ സൗഭാഗ്യവും സുഖവും എല്ലാം ഉപേക്ഷിച്ച് പഴയ പോലെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അവൻ. നീയും ലക്ഷ്മിയും സുരക്ഷിതമായ കൈകളിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നത്. പിന്നെ ഒരു കാര്യം, അനിയൻകുട്ടനെ കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? നിന്റെ കുഞ്ഞിന് നീ നല്ലൊരു അച്ഛനാണോ? ജാനകിയുടെ ആ ചോദ്യത്തിൽ അഗ്നി പകച്ചുപോയി. അവന് സ്വയം അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത പോലെ. അല്ല ദേവ, നീ നല്ലൊരു അച്ഛനുമല്ല, നല്ലൊരു മകനുമല്ല. ഇന്നലെ നീ മനസ്സ് നോവിച്ചിട്ട ഒരു പാവ മനുഷ്യനുണ്ട്. നിന്റെ വാക്കുകളിൽ ഹൃദയം നുറങ്ങുന്ന വേദന അനുഭവിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വർമ്മ ഹോസ്പിറ്റലാണെന്നറിഞ്ഞതും അവൻ്റെ ഹൃദയത്തിൽ ഒരു നോവുണർന്നു. അഗ്നി പകച്ചുകൊണ്ട് ജാനകിയെ നോക്കി. നിന്നെ എത്ര വിളിച്ചു എന്നറിയൂ? ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിനക്ക് മദ്യപിച്ച് ബോധമില്ല പോലും. നിങ്ങൾ ഇന്നലെ എന്താ സംസാരിച്ചത് എന്ന് നിനക്കറിയില്ല. അതെനിക്കറിയുകയും വേണ്ട. പക്ഷെ ഒരു കാര്യം, ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത്. അവൻ നിന്റെ അച്ഛനാണ്, നിനക്ക് ജന്മം തന്നവൻ. അഗ്നിയോടുള്ള ദേഷ്യത്തോടെ തന്നെ ജാനകി പുറത്തേക്ക് പോയി. അഗ്നിക്കാകെ മനസ്സിനൊരു വല്ലായ്മ തോന്നി. ഈ അപകടം മനസ്സിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്ര കാലം ഇത് രഹസ്യമായി സൂക്ഷിച്ചത്. എന്നാൽ ഇന്നലെ എനിക്ക് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വേണ്ടായിരുന്നു. അഗ്നിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നിയെങ്കിലും അവന് വർമ്മയെ അഭിമുഖീകരിക്കാൻ അല്പം മടി തോന്നി. അഗ്നിയോട് സംസാരിച്ച് പുറത്തേക്കിറങ്ങിയ ജാനകി കണ്ടത് വാതിൽക്കൽ നിൽക്കുന്ന മിത്രയെയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കാനൊന്ന് മടിച്ചെങ്കിലും നിറഞ്ഞ കണ്ണുകൾ തുടച്ചു വേദനയിൽ കലർന്നൊരു പുഞ്ചിരി മിത്രയ്ക്ക് സമ്മാനിച്ചു. അമ്മ കരഞ്ഞോ? മിത്രയുടെ ചോദ്യം കേട്ടതും തടഞ്ഞു നിർത്തിയ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അഗ്നി അനിയൻകുട്ടനോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ മതിയായിരുന്നു. അവരെ പരസ്പരം സ്നേഹിക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാനകി പതിയെ കോണിപ്പടികൾ ഇറങ്ങിപ്പോയി. ആ കാഴ്ച മിത്ര വേദനയോടെയാണ് നോക്കി നിന്നത്. എന്തുകൊണ്ടോ ജാനകിയുടെ കണ്ണുനീര് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ മുറിക്കടുത്തേക്ക് പോയി. പെട്ടെന്ന് അഗ്നിയുടെ മുറിയുടെ കതക് തള്ളി തുറന്ന് മിത്ര അകത്തേക്ക് കയറി. അപ്പോഴും കോഫിയുടെ കപ്പ് പിടിച്ചായിരിപ്പിരിക്കുകയായിരുന്നു അഗ്നി. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോറിൽ ഒന്ന് കൊട്ടി മിത്ര. വർമ്മയെക്കുറിച്ചുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് പുറകിൽ കതകമുട്ട് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയ അഗ്നിക്ക് തൻ്റെ കണ്ണുകൾ ഇപ്പോൾ വെളിയിൽ വരുമെന്ന് തോന്നിപ്പോയി. ഇന്നലത്തെ കെട്ട് ഇറങ്ങിയില്ലേ? ഒരു വേള അവൻ മനസ്സിൽ ചിന്തിച്ചു പോയി. തൻ്റെ കൈകൾ കൊണ്ട് കണ്ണ് രണ്ടും അമർത്തി തിരുമ്മിക്കൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കി. സ്വപ്നമല്ല, സത്യം, ഇത് മിത്ര തന്നെ. ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? മിത്രയുടെ ചോദ്യം കേട്ട് ഇവൾ എന്തിനാണ് വന്നത് എന്നുള്ള ഭാവത്തിൽ അവളെ തന്നെ നോക്കി നിന്നു അഗ്നി.
അധികം സംസാരത്തിന് നിൽക്കാതെ മിത്ര മുറിയിലേക്ക് കയറി. എന്താ, എന്തിനു നീ എൻ്റെ മുറിയിലേക്ക് വന്നത്? ഗൗരവത്തോടെ അഗ്നി മിത്രയോട് ചോദിച്ചു. താനൊക്കെ ഒരു മനുഷ്യനാണോ? ഇപ്പൊ പോയ ആ പാവത്തിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീണ അതിന് കാരണം താനാണെങ്കിൽ ദൈവം തന്നോട് ചോദിക്കും. ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിങ്ങളുടെ അച്ഛനല്ലേ? അല്പം മനുഷ്യത്വം അദ്ദേഹത്തോട് കാണിക്കണം. ആദ്യം നിങ്ങൾ നല്ലൊരു മനുഷ്യനാക്, എന്നിട്ട് നല്ലൊരു മകനാക്. ഇതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അച്ഛനാകാൻ കഴിയൂ. ഇനിയെങ്കിലും ആ പാവത്തിനെ സ്നേഹിച്ചൂടെ? പോയി കാണാനോ സ്നേഹത്തോടെ പെരുമാറാനോ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളൊരു പരാജയമാണ്. മിത്ര പറയുന്നതെല്ലാം അഗ്നി അത്ഭുതത്തോടെ കേട്ടു നിന്നു. തൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നിലും ഇതുവരെ മിത്ര ഇടപെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ജാനകിയുടെ കണ്ണുനീര് കണ്ടാണ് ഈ മാറ്റമെന്ന് അവൻ ഉറപ്പായി. കാരണം സ്നേഹത്തിന് മുന്നിൽ മാത്രമേ മിത്ര താഴ്ന്നു കൊടുക്കാറുള്ളൂ. അഗ്നിയിൽ നിന്ന് മറുപടി ലഭിക്കുന്നതിന് മുൻപ് തന്നെ മിത്ര പുറത്തേക്ക് പോയിരുന്നു. അവളുടെ സംസാരം ഓർക്കവേ അഗ്നിയിൽ ഒരു ചെറിയ ചിരി ഉണർന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അഗ്നി ഫ്രഷാകാൻ പോയി. റെഡിയായിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അഗ്നിയെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ ജാനകി നോക്കിക്കൊണ്ടിരുന്നു. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ അഗ്നി വർമ്മയെ കാണാൻ പോകണമെങ്കിലും രോഹനും ജാനകിയും മാറി മാറി നിർബന്ധിക്കണം. എന്നാൽ ഇന്ന് മിത്ര ഒരു പ്രാവശ്യം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അഗ്നി പോകാൻ തയ്യാറാകണമെങ്കിൽ എത്രത്തോളം അഗ്നിയുടെ ജീവിതത്തിൽ മിത്രയ്ക്ക് സ്ഥാനമുണ്ടായിരിക്കണം. ജാനകിയെ ഒന്ന് നോക്കിക്കൊണ്ട് യാത്ര പോലും പറയാതെ അഗ്നി പുറത്തേക്ക് ഇറങ്ങി. അഗ്നിയുടെ കാറ് വീടിൻ്റെ ഗേറ്റ് കടന്നു പോകുന്നത് തൻ്റെ മുറിയുടെ ജനലുകളുടെ ഇടയിൽ മിത്ര നോക്കി നിന്നു. അഗ്നിയോട് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പ് പൂർണ്ണമായും മാഞ്ഞു പോയത് മനസ്സിലാക്കുകയായിരുന്നു മിത്ര. തൻ്റെ മനസ്സിലേക്ക് തലേനാളത്തെ ഓർമ്മകൾ വന്നു നിറയുന്നത് വർമ്മയറിഞ്ഞു. ഒന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നതും താൻ ഹോസ്പിറ്റലാണെന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു. വർമ്മയുടെ കണ്ണുകൾ നാലു ദിക്കിലും അഗ്നിയെ തിരിഞ്ഞു. ആ സമയം ആ പിതാവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ മകൻ്റെ സാമീപ്യമായിരുന്നു. നിരാശയോടെ വർമ്മ തൻ്റെ കണ്ണുകൾ അടച്ചു. അപ്പോഴും ആ മിഴികൾ തൻ്റെ മകനെ ഓർത്ത് കണ്ണുനീർ വാർത്തു. അവനെ തെറ്റു പറയാൻ താൻ യോഗ്യനല്ല. അവൻ്റെ തെറ്റുകളുടെ ഉറവിടം ഞാൻ മാത്രമായിരുന്നു. അവന് വേണ്ട സ്നേഹവും കരുതലും കൊടുക്കാൻ എനിക്ക് കഴിയാതെയായി. മുറിയുടെ ഡോറ് തുറക്കുന്ന ശബ്ദമാണ് വർമ്മ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. തൻ്റെ മുൻപിലേക്ക് നടന്നു വരുന്ന അഗ്നിയെ വർമ്മ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്നു. രണ്ടു കണ്ണുകളെയും മുറുക്കി തുറന്നു. അല്ല, അത് അഗ്നിയല്ല. എങ്കിലും അയാളിൽ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കണ്ണുകൾ രണ്ടും അടച്ചുകൊണ്ട് വർമ്മ വിശ്വസിച്ചു. ലക്ഷ്മിയുടെ മകൻ, തൻ്റെ മകൻ. സ്വന്തം പിതാവിന് ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. കൈകളിൽ ഒരു സ്പർശനമേറ്റതും വർമ്മ കണ്ണുകൾ വീണ്ടും തുറന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന പത്മാവതിയെ വർമ്മ വെറുപ്പോടെ നോക്കി. ആദ്യമായി ആ മകന് തൻ്റെ അമ്മയോട് ദേഷ്യം തോന്നി. അതിലുപരി വെറുപ്പ് തോന്നി. മോനെ. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ വാത്സല്യത്തോടെ വിളിക്കുന്ന അമ്മയുടെ വാക്കുകൾ വർമ്മയ്ക്ക് തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കുന്ന പോലെ തോന്നി. വെറുപ്പോടെ ആ കൈകൾ തട്ടിമാറ്റുമ്പോൾ മനസ്സിൽ നിറയെ ആ പാവം പെണ്ണായിരുന്നു ലക്ഷ്മി. തന്നെ പ്രണയിച്ചതിൻ്റെ പേരിൽ, തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവൾ. പെട്ടെന്നുള്ള വർമ്മയുടെ പ്രവൃത്തി പത്മാവതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കി. ചോദ്യഭാവത്തോടെ അവർ വർമ്മയെ നോക്കി. മോനെ. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. നിങ്ങളെപ്പോലുള്ള ഒരാളുടെ ഉദരത്തിൽ ജന്മം കൊണ്ടത് പാപമായി തോന്നുന്നു എനിക്ക്. വർമ്മയുടെ വാക്കുകൾ പത്മയെ ഉലച്ചു. ലക്ഷ്മിയുടെ പേരിലല്ലാതെ ഇന്നോളം തന്നെ നോവിച്ചിട്ടില്ല, അതും ഇത്രത്തോളം. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? പത്മാവതിയുടെ കണ്ണുനീരിൽ പുച്ഛത്തോടെ അവഗണിച്ചു വർമ്മ. എന്താ, നിങ്ങൾ അഭിനയിക്കുകയാണോ? അതോ എല്ലാം മറന്നുപോയോ? സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. എൻ്റെ ലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത്? ഞെട്ടി പത്മാവതി, ശരിക്കും ഞെട്ടി. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചോദ്യം. പത്മാവതിയുടെ ശരീരം തളരുന്നതായി തോന്നി അവർക്ക്. അത് കാല്. മതി, ഇനിയും നിങ്ങളുടെ നുണകളുടെ കെട്ട് അഴിക്കണ്ട. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കൊന്നതല്ലേ നിങ്ങൾ? വർമ്മയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ പത്മാവതിയെ ചുട്ടി ചാമ്പലാക്കുന്നത് പോലെ തോന്നി അവർക്ക്. ഇത്രയും വലിയ രഹസ്യം എത്ര വർഷത്തിനു ശേഷം ഇപ്പോൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ള ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ. എങ്കിലും തോറ്റുകൊടുക്കാൻ അവരും തയ്യാറായിരുന്നില്ല. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? ലക്ഷ്മി, അവൾ എനിക്ക് മക്കളെ പോലെ തന്നെയാണ്. ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യുമോ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അമ്മ? പത്മാവതി പൂർത്തിയാക്കാൻ അനുവദിക്കാതെ സംസാരിച്ചു തുടങ്ങി വർമ്മ.
മതി, ഇനി ഒരക്ഷരം നിങ്ങൾ എൻ്റെ ലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കരുത്. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ടതും എൻ്റെ അമ്മയായിരുന്നു. എന്നാൽ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെയാണ്. മോനെ, ഞാൻ മതി. അഗ്നി എന്നോടെല്ലാം പറഞ്ഞു. എൻ്റെ കുഞ്ഞെത്ര സഹിച്ചിട്ടുണ്ടാകും, എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും. സ്വന്തം മുത്തശ്ശിയുടെ കൈകൊണ്ട് അമ്മ കൊല്ലപ്പെടുന്നത് നേരിട്ട് കണ്ട അവൻ്റെ ഹൃദയം എത്ര സഹിച്ചിട്ടുണ്ടാകും. എൻ്റെ ലക്ഷ്മിയെ മാത്രമാണോ നിങ്ങൾ ഇല്ലാതാക്കിയത്? അവളുടെ ഉള്ളിൽ മറ്റൊരു കുഞ്ഞു ഉണ്ടായിരുന്നതല്ലേ? എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് നിങ്ങൾ എനിക്കുണ്ടാക്കി തന്ന ഭാവി എവിടെ? എനിക്ക് ലക്ഷ്മിയെ എന്ന് നഷ്ടപ്പെട്ടു. അന്ന് തകർന്നതാണ് എൻ്റെ സന്തോഷം. എനിക്ക് ജീവിതം നഷ്ടപ്പെടുത്തി എൻ്റെ മോൻ അമ്മയെ ഇല്ലാതാക്കി. നിങ്ങളൊരു സ്ത്രീയാണോ? വർമ്മയുടെ വാക്കുകൾ പത്മാവതിയുടെ ഹൃദയത്തിൽ തറച്ചു കൂരമ്പ് പോലെ തോന്നി. അവരുടെ ഹൃദയം നീറിപ്പുകഞ്ഞു. തൻ്റെ ചിറകിൽ സംരക്ഷിച്ച് സ്നേഹം വാരിക്കോരി കൊടുത്ത് വളർത്തിയ മകൻ ഇന്ന് തന്നോട് ഇനിയും മറച്ചു വയ്ക്കുന്നത് ബുദ്ധിയല്ലെന്ന് തിരിച്ചറിഞ്ഞു അവർ. മോനെ, മാപ്പ്. വർമ്മയുടെ മുൻപിൽ തൻ്റെ കൈകൾ കൂപ്പി നിന്നു പത്മാവതി. വേണ്ട, എനിക്ക് മറക്കാൻ കഴിയില്ല. ക്ഷമിച്ചേനെ ഞാൻ. എന്നാൽ അഗ്നിയുടെ രക്തത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ന് ശ്രമിച്ചോ? അതറിഞ്ഞ നിമിഷം പൂർണ്ണമായും നിങ്ങളെ തള്ളി പറഞ്ഞു ഞാൻ. ഇവിടെ നിന്ന്, എനിക്ക് കാണണ്ട നിങ്ങളെ. ഇനി എനിക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല. എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഞാൻ നിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞു. ഞാൻ മരിച്ചു കിടന്നാൽ എൻ്റെ ചിതയുടെ പരിസരത്ത് പോലും നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം ഞാൻ നിങ്ങളെ വെറുത്തു പോയി. ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞാൻ, ഒരുപാട് വിശ്വസിച്ചതല്ലേ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് എൻ്റെ അമ്മയെ അല്ലേ? എന്നിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് തിരിച്ചു തന്നത്? എൻ്റെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം. എൻ്റെ ലക്ഷ്മി പാവമായിരുന്നില്ലേ? നിങ്ങളെക്കുറിച്ച് ഇതുവരെ ഒരു പരാതി പോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പുറത്തുള്ള വിശ്വാസം കൊണ്ടാണ് അവളെയും മോനെയും നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നത്. അവളെ നിങ്ങളൊരു രാജകുമാരിയെ പോലെ നോക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. വർമ്മ വിതുമ്പിപ്പോയിരുന്നു ആ സമയം. എൻ്റെ ജീവിതം ഒരു പൂർണ്ണ പരാജയമാക്കാൻ കാരണം നിങ്ങളാണ്. എൻ്റെ ഭാര്യയും എൻ്റെ മകനെയും നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി. എൻ്റെ ജീവിതം നിങ്ങൾ തകർത്തു. ഇനി അഗ്നിയെങ്കിലും വെറുതെ വിടണം. എനിക്ക് കിട്ടാതെ പോയ സന്തോഷം, കുടുംബജീവിതം എൻ്റെ മകനെങ്കിലും കിട്ടിക്കോട്ടെ. അതിലേക്ക് നിങ്ങൾ തലയിടരുത്. നിങ്ങളുടെ നോട്ടമേറ്റാൽ പോലും എൻ്റെ മകൻ്റെ ജീവിതം തകർത്തു പോകും. ഇതെല്ലാം കേട്ട് കണ്ണീർ വാർക്കാൻ മാത്രമേ പത്മാവതിക്ക് കഴിഞ്ഞുള്ളൂ. വർമ്മയുടെ ഓരോ വാക്കുകളും തന്നെ കൊല്ലുന്നത് പോലെ തോന്നി അവർക്ക്. ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. ആദ്യമായി തൻ്റെ ശരീരത്തിൽ തളർച്ച മനസ്സിലാക്കി. എൻ്റെ ഹൃദയം 100 കഷ്ണങ്ങളായി വിങ്ങുന്നത് പോലെ തോന്നി അവർക്ക്. ഭർത്താവ് മരിച്ചതിനു ശേഷം അന്നാദ്യമായി അവരുടെ കണ്ണുകളിൽ കണ്ണുനീര് കൂടി. വർമ്മയുടെ മുമ്പിൽ ചലിക്കാൻ പോലും ആകാതെ അവരുടെ നാവ് സ്തംഭിച്ചു നിന്നു. ഇനിയും ഇവിടെ നിന്നാൽ താൻ വീണു പോകുമെന്ന് ഉറപ്പായതും പത്മാവതി പതിയെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. പത്മാവതി തിരിഞ്ഞു നടന്നതും തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തിയടച്ചതും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവർ ഡോറിൻ്റെ ഹാൻഡിൽ തിരിച്ചു. കതകമെല്ലെ തുറന്നത് മുൻപിൽ നിൽക്കുന്ന അഗ്നിയെയാണ് അവർ കണ്ടത്. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പത്മാവതിയുടെ തല ഉയർന്നില്ല. അവരെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അഗ്നി അകത്തേക്ക് കയറി. അപ്പോഴും പത്മാവതി തല ഉയർത്തിയില്ല. താഴ്ന്ന തലയോടെ അവർ പുറത്തേക്കിറങ്ങി. എൻ്റെ കാലടികൾ വിറയ്ക്കുന്നതായി തോന്നി പത്മാവതിക്ക്. തൻ്റെ മകൻ്റെ ഓരോ വാക്കുകളും അപ്പോഴും അവരുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അഗ്നിവർമ്മയുടെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു. കണ്ണുകൾ രണ്ടും അടച്ചാണ് കിടക്കുന്നത്. അപ്പോഴും കൺകോണിലൂടെ മിഴനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആ കാഴ്ച ആദ്യമായി അഗ്നിയിൽ നോവുണർത്തി. വർമ്മയെ കാണാൻ അല്പം മടിച്ചായിരുന്നു അഗ്നി വന്നത്. പക്ഷേ പത്മാവതിയുമായുള്ള അയാളുടെ സംസാരം കേട്ടതും തൻ്റെ പിതാവ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ആ മകൻ മനസ്സിലാക്കുകയായിരുന്നു. സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ചതി അതൊരു മകനും സഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇത്രയും കാലം ഈ വേദന മനസ്സിലാക്കിയില്ല? ഈ സമയത്താണ് താൻ തൻ്റെ പിതാവിനോടൊപ്പം നിൽക്കേണ്ടതെന്ന് അഗ്നി മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ പതിയെ വർമ്മയുടെ കൈകളിലേക്ക് തൻ്റെ കൈ ചേർത്തു വെച്ചു അഗ്നി. ഉറക്കത്തിൽ എന്നതുപോലെ ഞെട്ടി വർമ്മ കണ്ണു തുറന്നു. മുന്നിൽ കാണുന്നത് അഗ്നിയെയാണ്. തൻ്റെ കണ്ണുകൾ 1-2 പ്രാവശ്യം അടച്ച് വീണ്ടും തുറന്നു വർമ്മ. ആ പിതാവിനെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അരികിലേക്ക്. മോനെ, അഗ്നി.
നിറഞ്ഞ കണ്ണുകളും ഇടറിയ ശബ്ദവും ആ പിതാവിൻ്റെ അവശത വിളിച്ചോതുന്നവയായിരുന്നു. ആ വാക്കുകൾ അഗ്നിയുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. മാപ്പ്. വർമ്മയുടെ വായിൽ നിന്ന് ആ ഒരു വാക്കിന് അഗ്നിയുടെ മനസ്സിലെ കരിങ്കല്ലിന് അലിയിച്ചു കളയാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലോടെ വർമ്മയുടെ കൈകൾ കവർന്നു അഗ്നി. ഇത്രയും കാലം അവൻ അനുഭവിച്ച ഒറ്റപ്പെടലും വേദനയും ആ പിതാവിൻ്റെ മാറിൽ പെയ്തു തീർക്കുകയായിരുന്നു അവനപ്പോൾ. അഗ്നിയുടെ ആ പ്രവൃത്തി വർമ്മയുടെ കണ്ണുനീരിൻ്റെ ആക്കം കൂട്ടി. ഒരു വേള അഗ്നിയുടെ മനസ്സ് ഇത്രയും ലോലമാണോ എന്ന് പോലും ചിന്തിച്ചു വർമ്മ. ദേഷ്യത്തോടെയല്ലാതെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച നാളുകൾ എപ്പോഴും ദൂരമാണ്. പലതവണ ഒരു വാക്ക് സംസാരിക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ മുഖം തന്നിട്ടില്ല. ഇനി അഥവാ സംസാരിച്ചു തുടങ്ങിയാലും അത് വഴക്കിലായിരിക്കും അവസാനിക്കുക. അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയിരുന്ന ദുഃഖങ്ങളായിരിക്കാം അവൻ അത്രയും പരുക്കനാക്കി മാറ്റിയത്. അച്ഛ, എന്നോട് ക്ഷമിക്ക്. ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. ഒരുപാട് തള്ളി പറഞ്ഞു. തെറ്റാണെന്നറിയാം. പക്ഷേ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു. പതിയെ കൈകളിൽ ഒന്ന് തട്ടിക്കൊടുത്തു വർമ്മ. വേണ്ട, മതി. എൻ്റെ മോനൊന്നും പറയണ്ട. ഇനിയുള്ള കാലമെങ്കിലും നിന്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കണം എനിക്ക്. പൊട്ടിക്കരയുന്ന തൻ്റെ മകൻ്റെ കൈ തന്നോട് ചേർത്ത് പിടിച്ചു വർമ്മ. അപ്പോഴും അയാളുടെ കണ്ണുകൾ കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ആനന്ദത്തിൻ്റേതായിരുന്നു. വർമ്മയുടെ ഹൃദയത്തിലേക്ക് ഒരു കുളിർക്കാറ്റ് വീശുന്നത് പോലെ തോന്നി. വർഷങ്ങളായി തൻ്റെ കാതുകൾ കന്യമായിരുന്ന ആ വിളി, ഇത്രയും കാലം തന്നിൽ നിന്ന് അകന്നിരുന്ന മകൻ ഇന്ന് തന്നോട് മാറോട് ചേർന്നിരിക്കുന്നു. ഇതുവരെ തനിക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം അതിപ്പോൾ തൻ്റെ കൈവെള്ളയിലാണ്. വർമ്മയുടെ കൈകളിൽ നിന്നും കൈ പിൻവലിച്ച് അഗ്നി ഒരു ചെയർ വലിച്ചിട്ട് അയാളുടെ അടുത്തേക്കിരുന്നു. വീണ്ടും വർമ്മയുടെ കൈകൾ കോർത്തുകൊണ്ട് ആ കൈയിൽ തലവെച്ച് കിടന്നു അഗ്നി.